Yes, good afternoon. Good afternoon, sir. Good afternoon, sir. Good afternoon, Good sir. afternoon, Good sir. afternoon, sir. Good Afternoon, afternoon, sir. sir. Okay, good afternoon to all. Good afternoon, sir. Good afternoon, sir. Okay, okay. അപ്പൊ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് ക്ലാസ് ആണത്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. മൈ നെയിം ഈസ് ജോബ്, JOB, ജോബ്. അപ്പോ ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഞാൻ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നിങ്ങൾ അടുത്ത് വരും. അപ്പൊ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ അതിന്റെ പരീക്ഷയിൽ ഇംഗ്ലീഷ് ഇല്ല, എങ്കിലും ഇംഗ്ലീഷിനോട് അതിന്റെ സ്കില്ലൊന്ന് വർദ്ധിപ്പിക്കണം, കുറച്ചുകൂടിയൊക്കെ സംസാരിക്കാനായിട്ട് അറിയണം എന്ന് കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് ക്ലാസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ 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 അപ്പൊ നമുക്ക് പോകെ പോകെ എല്ലാവരും പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഓക്കെ സൗമ്യ, യെസ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് കുറച്ചെങ്കിലും തെറ്റുകൂടാതെ പറയാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഇപ്പോ നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് എന്താണ് വാട്ട് ഈസ് യുവർ അംബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും മൈ അംബിഷൻ ഈസ് ടു ബിക്കം എ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ഓർ ഫിനാൻഷ്യലി സെൽഫ് സഫിഷ്യന്റ്. സാമ്പത്തികമായിട്ട് ഒന്ന് മെച്ചപ്പെടാനുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊന്ന് സൗണ്ട് ആവാനുണ്ട്. ഇതായിരിക്കും മിക്കവരുടെയും ആഗ്രഹം. ആം ഐ റൈറ്റ്? ശരിയല്ലേ? അത് ശരിയാണ്. കാരണം ഫിനാൻഷ്യലി നമ്മൾ അൺസൗണ്ട് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ അമന്യെ നമ്മൾ പല സ്ഥലത്തും ഫേസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിച്ചത് കൊണ്ട് നമുക്കറിയാം ഫിനാൻഷ്യലി നമ്മളൊന്ന് സൗണ്ട് ആവുക, കുറച്ചെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഒരു ജോലിയാണ്. ആ ജോലിക്ക് നമ്മൾ നിയമിക്കണമെങ്കിൽ വി ഹാവ് ടു ഗോ ത്രൂ ആൻ ഇന്റർവ്യൂ. നമുക്കൊരു ഇന്റർവ്യൂയിലൂടെ കടന്നു പോകണം. ആ ഇന്റർവ്യൂവില് നമ്മളോട് അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും. ആ ഇംഗ്ലീഷിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മറുപടി പറയേണ്ടി വരും. അതും ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ നമുക്കൊന്ന് പറയണം. അപ്പൊ അങ്ങനെ അവർക്ക് നമ്മളെ കുറിച്ചൊരു കോൺഫിഡന്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, നമ്മളിത് ഉപയോഗിക്കാതിരുന്ന് നമ്മുടെ മനസ്സും മുരടിച്ചു പോയതാണ്. ഇത് ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് ഒന്ന് നിങ്ങളുടെ പഴയ ധൈര്യം ഒന്ന് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ റിലാക്സ് ചെയ്ത് വളരെ ആശ്വാസത്തോടു കൂടി, ടെൻഷൻ അടിക്കാണ്ട് വളരെ ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി. വളരെ റിലാക്സ് ചെയ്തിരുന്നാൽ മതി. ബാക്കിയുള്ള ടെൻഷനോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക, അത് കഴിച്ച് ഇരിക്കുക. നമുക്ക് റിലാക്സ് ചെയ്തിരുന്നാൽ മതി. യെസ്, അത് റിലാക്സ് ചെയ്തിരുന്നുകൊണ്ട് വേണം നമുക്ക് ഇന്ന് പഠിക്കാൻ. ഇംഗ്ലീഷ് ഗ്രാമർ ഒന്ന് റെഡിയാക്കി, ഇംഗ്ലീഷ് ഗ്രാമർ അല്ല, ഇംഗ്ലീഷിന്റെ സ്പീക്കിംഗ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്ത് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല. അതൊക്കെ അങ്ങനെ വിട്ടേക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, പക്ഷെ നന്നായിട്ട് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആ വാക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ കിട്ടണ വാക്ക് വെച്ച് അങ്ങനെ പറഞ്ഞു. ഇത് നമ്മുടെ ഒരു പഴയ ഒരു കേപ്പബിലിറ്റി അതൊന്നുകൂടി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പഠിച്ചു മാർക്ക് നേടുക എന്നുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ക്ലാസ്സിന് പരീക്ഷയില്ലാത്ത ക്ലാസ് ആണ്. ഓക്കെ, യെസ്. അപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷ് നിങ്ങൾ പറഞ്ഞോളൂ. തെറ്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, അതൊക്കെ അങ്ങോട്ട് മറന്നേക്കുക. തെറ്റിലൊക്കെ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. വളരെ റിലാക്സ് ചെയ്തിട്ട് വളരെ രസകരമായിട്ട് നമുക്ക് ഈ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, യെസ്. അപ്പൊ ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് ഒരാളെ വിളിക്കുകയാണ്. അഭിരാമി. യെസ്, അഭിരാമി പേടിച്ചിട്ടാണെന്ന് നമ്മൾ വരാത്തത് അല്ലേ?
യെസ്. ഞാൻ എ എന്ന് പറയുന്ന അക്ഷരം കണ്ടതുകൊണ്ടാണ് അഭിരാമിനെ വിളിച്ചത്. ഓ യെസ്, നമുക്ക് ബിനുവിനെ വിളിക്കാം. ബിനു KF. ബിനു, ഹലോ എന്ന് തിരിച്ചു പറ. ബിനു കേൾക്കുന്നില്ലേ? ബിനു പറയുന്നത് ഒന്നുകൂടെ കേൾക്കുന്നില്ലല്ലോ. അതിന്റെ അകത്ത് മൈക്ക് ഓൺ ആക്കിയിട്ടില്ലേ? അഞ്ജുവാണ്. ബിനു അല്ല, അഞ്ജു ആണ്. ഓക്കെ അഞ്ജു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പേര് ഇതിന്റെ അകത്ത് വന്നതനുസരിച്ചിട്ട് വിളിച്ചത്. ഭർത്താവിന്റെ ഫോണ്. എന്തോ? ഭർത്താവിന്റെ ഫോണിലാണ് ഇത്. നോ പ്രോബ്ലം അഞ്ജു. ഓക്കെ, നോ പ്രോബ്ലം അഞ്ജു. അഞ്ജു, ഹൗ ആർ യു? How are you? യെസ്, ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം വെരി ഫൈൻ എന്ന് പറഞ്ഞത്. I am fine, thank you. ഓക്കെ, താങ്ക് യു. വെൽക്കം. സോ അഞ്ജു, വേർ ആർ യു ഫ്രം? എവിടെന്നാ വരുന്നത്? ഏത് ജില്ല എന്താണ്? തൃശ്ശൂര്. തൃശ്ശൂർ ജില്ല. വെരി ഗുഡ്. സോ വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? എന്താണ് ജീവിതത്തിൽ ഒരു ആഗ്രഹം? ഇനിയിപ്പോ ഇത് പഠിച്ചൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹം. അത് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഐ വാണ്ട് ടു ഗെറ്റ് ആൻ എംപ്ലോയ്മെന്റ്. I want get. Okay. An employment in hospital field. ഹോസ്പിറ്റൽ ഫീൽഡിൽ ഒരു ജോലി. ഓക്കെ, മതി, അത്രയും മതി. ഓക്കെ, ഇത് ഞാനൊന്ന് എഴുതി വെച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. യെസ്, ഓക്കെ. യെസ്, അശ്വതി കെ. അശ്വതി. യെസ്. അപർണ ബാബു. Hi, sir. Hi, Abarna, how are you? I'm fine, sir. Very good. Where are you from? I am from North Paravur. North Paravur, where? I don't hear. Yes, specifically where? Specifically something about. Oh my God. Kunamau. പറവൂരിന് പ്രോപ്പർ പറവൂരാണെന്നല്ലേ ഞാൻ ചോദിച്ചത്. ഇല്ല, മാരേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ആ സ്ഥലം പറയാനായിട്ട് കുറച്ച് കിട്ടൂല പെട്ടെന്ന്. എത്ര നാളായി? How long you have been living here? 1.5 വർഷം. എന്നിട്ട് കിട്ടുന്നില്ലേ? യെസ്, ഓക്കെ. വെരി ഗുഡ്. യെസ്. Abarna, and you are from Paravur. You are from Ernakulam district. Yes. What is your hobby? My hobbies, I usually dance. Dance. Which type of dance you do? Like you perform? Break dance. Break dance. Oh, yes. Very good. Yes. Because my father was a break dancer. You studied or you studied by self? Self. My father was a break dancer, sir. Oh, very good. So your family മുഴുവനായിട്ട് എന്താ? Little bit. Yes, okay. ഈ 57 ഇത്രയും പേര് ഉണ്ടായിട്ട് 87 പേരുണ്ടായിട്ട് ഒരു ബ്രേക്ക് ഡാൻസിന്റെ എക്സ്പെർട്ട് ആണ് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? യെസ്, ഓക്കെ. അപ്പൊ യുവർ ഹോബി ഈസ് ഡൂയിങ് ബ്രേക്ക് ഡാൻസ്. ഓക്കെ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? Food, I think fried rice and chili chicken. Fried rice and chili chicken is your favorite food. You know how to prepare fried rice and chili chicken? No, I don't know. No. Okay, Amarna. Very good. Okay, thank you, sir. Okay. നിങ്ങൾ റിയാക്ട് ചെയ്തോളപ്പോഴും 1-2 സെന്റൻസ് ഞാൻ ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പറ്റാവുന്നതേ ഞാൻ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അനിത. യെസ്, അനീറ്റ പേടിച്ചിരിക്കുന്നു തോന്നുന്നു അല്ലേ? റിഫാന ഷഫീഖ്. യെസ്. Hello, sir. How are you, Rifana? Fine, sir. Okay, where are you from? Palakkad.
Palakkad. Oh, very good, very good, very good. Okay. What is your ambition in your life, Rifana? One job. Yes. One job. Presently, what you are doing? A housewife. Oh, Samriti Parade, what you are doing? Hello. Yes, Then- get it. So, മനസ്സിലായി presently, what you are doing? ഇപ്പൊ ഹൗസ് വൈഫ് No more work. Okay, okay, very good, very good. And you want to get an employment. Okay? Okay, Rifana? Okay, okay, I will call you back. Okay, 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 okay. Sanisha. Sanisha? Hi, sir. Hi. Very good. How are you, Sanisha? Fine, sir. Okay, okay, okay. Where are you from, Sanisha? I am from Kannur. Kannur. Oh, very good, very good, very good. Okay, okay, okay. So, what is your hobby? My hobby, watching porn. Yes? Watching mobile phone? Yes. Okay, 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 okay. Free time? Full time. Yes. Free time, Okay. free time. In free time. അല്ലേ? Okay, very good, very good. Okay, Sanisha. എന്തായാലും അത് ഇംഗ്ലീഷിലാണ് പറയാൻ നോക്കാം. Okay? Yes. My ambition, any employee? Yes, where you are working? No, housewife. Now you are not working. Now you are a housewife. Okay, okay, very good, very good, very, very good. Yes. So let me ask you one more question. When you were a high school student, what was your ambition? When My you were a high school student, what was your ambition? become a teacher. You want to become a teacher. Oh, very good, very good. So let me ask you one more question. Who is or who was your favorite teacher? My favorite teacher, Your favorite teacher when you were a high school student? teacher's name, Name. Sugumaran Mash. Sukumaran Mash. Which subject did he teach you? Malayalam. മലയാളം. ഞാൻ ഇനി ഒരു ഊഹിച്ചൊരു കാര്യം പറയട്ടെ. സനീഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മലയാളത്തിൽ തന്നെയാണോ? അതെ. ഓക്കെ അല്ലേ? ഇത് ഒരു ഓക്കെ സനീഷ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വിഷയങ്ങളും നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം ആ ടീച്ചറിനോടുള്ള ഇഷ്ടം. ശരി, ടീച്ചറിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ് ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ടീച്ചറിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ് ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാതിരുന്നത്. ആമ റൈറ്റ്? ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ആണ് എന്താ പറയുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ടൊക്കെ എനിക്ക് നമ്മൾ ചില വിഷയങ്ങൾ ഇഷ്ടപ്പെടാണ്ട് പോയത്. അപ്പോ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ടീച്ചർ അവിടെ ഒന്ന് ആഗ്രഹിച്ചു. ഇനി ഒരു പക്ഷേ UP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേറൊരു ആഗ്രഹമായിരിക്കാം. Once of a man and the waves at the sea never end. കടലിലെ ഓളവും കടലിലെ മോഹവും ഒരിക്കലും അവസാനിക്കുകയില്ല, അതിങ്ങനെ വന്നുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. യെസ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത്. ഞാനിപ്പോ നിങ്ങളോട് ചെറിയൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. ഞാൻ പറയുന്നൊരു 5 വാക്കുകൾ നിങ്ങൾ ചുവടെ എഴുതുക. ചുവടെ. ആദ്യത്തെ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് FIRST, ഫസ്റ്റ്. അതാണ് ഫസ്റ്റ് വേർഡ് കേട്ടോ, ഫസ്റ്റ്. അതിന്റെ ചുവടെ നെക്സ്റ്റ്, അതിന്റെ ചുവടെ ദെൻ, അതിന്റെ ചുവടെ ആഫ്റ്റർ ദാറ്റ്, അതിന്റെ ചുവടെ ഫൈനലി. ഓക്കെ, 5 വേർഡുകൾ നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. ഒരു 5 വേർഡ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ട്, നെക്സ്റ്റ് അതിനുശേഷം, ദെൻ എന്നിട്ട്, ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം, ഫൈനലി അവസാനമായിട്ട്. അപ്പൊ നമ്മളിവിടെ 5 സെന്റൻസുകൾ ഉണ്ടാക്കാൻ പോകും. 5 വാക്യങ്ങൾ. വി ആർ ഗോയിങ് ടു മേക്ക് 5 സെന്റൻസസ്. അത് നമ്മൾ ആദ്യം പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ്
ഫസ്റ്റ് എന്നായിരിക്കും. രണ്ടാം ലാസ്റ്റ് ഫൈനലി. ദിവ്യ രണ്ടാമത് പറയുന്ന ഓക്കെ 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 രണ്ടാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് നെക്സ്റ്റ് എന്നായിരിക്കും. മൂന്നാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ദെൻ എന്നായിരിക്കും. നാലാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ആഫ്റ്റർ ദാറ്റ്. അഞ്ചാമത് പറയുന്നത് ഫൈനലി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സംഭവം ഓർക്കുക, ഓർത്തിട്ട് അതിനോട് അങ്ങോട്ട് കണക്ട് ചെയ്യാം. യെസ്, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറയുകയാണ്, ഫസ്റ്റ് ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. കറക്റ്റ് ആയില്ലേ? ഫസ്റ്റ് ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. നെക്സ്റ്റ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഓക്കെ ആയില്ലേ? ദെൻ ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. എന്നിട്ട് ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. ആഫ്റ്റർ ദാറ്റ് ഐ റെഡ് ദ ന്യൂസ് പേപ്പർ. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ന്യൂസ് പേപ്പർ വായിച്ചു. ഫൈനലി ഐ വെന്റ് ഫോർ എ വാക്ക്. അവസാനം ഞാൻ എങ്ങോട്ട് പോയി? ഒന്ന് നടക്കാൻ പോയി. ഓക്കെ, നിങ്ങളും അതുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. എന്തെങ്കിലും സംഗതി ചെയ്യണം. വേണ്ട, നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ പോകുന്നു. നിങ്ങൾ അത് തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. ഫസ്റ്റ് ഐ ടുക്ക് 2 glasses of water. First. Next, I put some sugar. Then I put some tea powder. After that, I mixed the milk. Finally, the tea is ready. Finally, the tea is ready. First, next, then after that, finally. Whatever incident, നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളത് കണ്ടോ? കണ്ടിട്ട് നിങ്ങളിപ്പോ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്നു, ഒരു ഹോട്ടലിലേക്ക് പോകുന്നു, നിങ്ങളെപ്പോ വീട്ടിൽ നിന്ന് പോകുന്നു, പിന്നെ ആരെ കണ്ടു, പിന്നെ ആരെ കണ്ടു, പിന്നെ എന്ത്? ഫൈനലി. ഇത് വളരെ സിമ്പിൾ ആയ ഒരു ടെക്നിക്കാണ്. യെസ്, ഓക്കെ. ആരാണ് ആദ്യം പറയുക? നിഖിലിന് പറയാമോ? നിഖിലെ മൈക്ക് ഓൺ ആക്കും, മൈക്ക് ഓൺ ആക്കും. നിഖിലിന്റെ മൈക്ക് ഓൺ ആയിട്ടില്ല. ഈ ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. നിങ്ങളൊരു ഇൻസിഡന്റ് ഉണ്ടാക്കി. ഞാൻ ഒരു ചാൻസ് കൂടി പറയാം, വേറെ സാധ്യത പറയാം. വേറൊരു സംഭവം രസകരമായിട്ട് ഉണ്ടാക്കിക്കോ. ഒരു പെൺകുട്ടിയാണ് പറയുന്നത്, ഫസ്റ്റ് ഐ കോറൽ വിത്ത് ദ KSEB റീഡർ. വീട്ടില് KSEBയുടെ റീഡിംഗ് എടുക്കാൻ വന്ന റീഡറുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കി. നെക്സ്റ്റ് അഗെയിൻ വി കോറൽ, വീണ്ടും ഞാൻ വഴക്കുണ്ടാക്കി. ദെൻ വി ഡിഡ്ന്റ് ടോക്ക്, പിന്നീട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ആഫ്റ്റർ ദാറ്റ് വി ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്, പിന്നീട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഫൈനലി ഐ ബിക്കെയിം ഹിസ് വൈഫ്, ഒടുവിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായി. യെസ്, അതുപോലെ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കടന്നു വന്നത്. അതുമല്ല, നിങ്ങൾ ഒരു പക്ഷെ ഒരു ടൂറിന് പോയത്. അപ്പൊ ടൂറിന് പോയ ദിവസം നിങ്ങൾ ഓർക്കുക. ഫസ്റ്റ് ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. നെക്സ്റ്റ് ഐ ടുക്ക് എ ബാത്ത്, ഞാൻ ഒന്ന് കുളിച്ചു. Then I packed all my dresses in the bag. After that, I took the ATM card and enough money. Finally, I went on a tour. നിങ്ങൾ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങളുടെ കഴിവനുസരിച്ച് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. ആ സിറ്റുവേഷനിൽ 5 sentences നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. ഫസ്റ്റ് എന്ത് ചെയ്തു, നെക്സ്റ്റ് എന്ത് ചെയ്തു, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. യെസ്, നിങ്ങൾ എന്തെങ്കിലും സംഗതി വരും. നിങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞിട്ട് ആ എടുക്കാൻ പോകുന്ന സമയം വരെയുള്ള സമയത്ത് എന്തെല്ലാം കാര്യം? 5 items. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. 5 സെന്റൻസ് അല്ലേ? 5 സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് കാര്യങ്ങൾ മാത്രം. ഓക്കെ, പറഞ്ഞോളൂ. എനിക്കില്ലേ? First, I came to my office, and Okay. next, I logged into my computer, and Yes, then I just put my password to it for Yes. entering for access purpose. And yes, after that, I took my log sheet and my office materials, all over my Yes. working things,
to get arranged. And finally, I went to tea shop for a Yes. tea. Okay. Very good, very good. And ഒന്ന് സിസ്റ്റം ഓണാക്കി അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ വെരി ഗുഡ് നിഖിൽ. അപ്പൊ നിഖിലിന്റെ ഐശ്വര്യത്തിന് വേണം ബാക്കിയുള്ളവർ പോരാനുണ്ട് കേട്ടോ. നിഖിലിന്റെ ഐശ്വര്യം നിഖിലിന് നോക്കട്ടെ. യെസ്. അപ്പോ നിഖിലാണ് തുടങ്ങി വെച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം. ഞാൻ ഒന്ന് പറയട്ടെ, ഇത് കൊണ്ട് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ വിളിച്ചോളാം. ഞാൻ പറയാൻ വേണ്ടി നിൽക്കണ്ട, നിങ്ങൾ ഓക്കെ. അടുത്തത് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. യെസ്. Okay. Divya, are you ready? Hello, sir. പറഞ്ഞോളൂ ദിവ്യ, പറഞ്ഞോളൂ. Good afternoon, sir. Yes, good afternoon. First, I went to Delhi first time in my life. Next, Yes. I planned. Next, my plan was visit Delhi market. Yes. Then I buy some books from Sarojini market. Finally, Yes. I read books. Finally, I reached back my home. Yes. Okay. ദിവ്യ, വെരി ഗുഡ്. അപ്പൊ ഒരു വിസിറ്റിനെ കുറിച്ച് കണക്ട് ചെയ്തിട്ടാണ് ദിവ്യ പറഞ്ഞത്. ഇനി ആരാണ് പറയുന്നത്? എനിബഡി? യെസ്. ഓക്കെ. ആർക്കെങ്കിലും പറയാം, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കില്ലേ? Hello, sir. Good evening. Yes. Your name, please. My name is Shreya Mol Peter. Shreya. Yeah. Yes. Where are you from, Shreya? I'm from Malappuram. Malappuram. Okay, Shreya. Continue. Okay. First, I have worked in Muthoot Finance, and some official issues I just resigned it. Next, I prepared for PSC. Next time, prepared for PSC. I didn't get it. Yes. Then I drop it. After that, I'm thinking what I will do next. Finally, Yes. I decided to join hospital administration course. Okay. ലൈവ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ശ്രേയ വിളിച്ചത്. വെരി ഗുഡ് ശ്രേയ, വെരി ഗുഡ്. നിങ്ങൾ അങ്ങനെ ലൈവ് ആയിട്ട് പിടിച്ചോ, രസകരമായിട്ട് ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ. Finally, I decided to join hospital administration course. Very good. Yes. Thank you. ആരാണ് അടുത്ത് പറഞ്ഞു നോക്കാനായിട്ട്? Who is next? Sir, I'm Arya. Yes, From- Arya. Arya, how are you, Arya? I'm good, sir. Where are you from, Arya? I am from Trivandrum. Trivandrum. Okay. Very good. Yes, പറഞ്ഞോളൂ Arya. Today I am attending first class. Next Yes. we meet the new sir and several classmates. After Yes. that sir goes to class. Finally we are dealing with sir. Yes. Finally? We are interacting with sir. Okay. Very good. We are interacting. Okay, Arya. Very good. Arya is also taking the live exam. Sir, your good name please. My name is Job. 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 Okay, thank you sir. Thank you. Okay. Very good. Okay. Yes. അടുത്തത്. Who is next? ഞാനിക്കാൻ പറഞ്ഞു നോക്കാൻ. Yes. Anybody? Hi, sir. Yes. Your good name? Dinisha. Dinisha. Okay. Actually, okay, Dinisha. പറഞ്ഞോളൂ. First, I see a beautiful person in my life. Next, Yes. we meet each other. Then we propose. After that, our engagement will be fixed. Finally, he is my life partner. Okay. Very good. Okay. How did she find out her life partner? Okay. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇൻസിഡന്റ് എടുക്കുക. അതുമല്ലാതെ നിങ്ങളൊന്ന് മുഖം ഫേഷ്യൽ ചെയ്യാൻ പോകുന്നു. അതിന് ഫസ്റ്റ് ചെയ്തൊരു 5 സ്റ്റെപ്പുകൾ എടുക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നു. യെസ്, ബിരിയാണിയോ ചിക്കൻ കറിയോ എന്താണ്, അതിനുള്ള ഒരു 5 ഇൻസിഡന്റ് ഫ്രണ്ടിൽ. അപ്പൊ ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി. ഓക്കെ. ഇനി ഓരോരുത്തരുടെ മനസ്സിലേക്ക് തോന്നുന്നുണ്ടാവും, പറയണം പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്നുള്ള. യെസ്, യുവർ ഗുഡ് നെയിം? രശ്മി. Rashmi, where are you from, Rashmi? I'm from Kollam. Kollam. Okay. പറഞ്ഞോളൂ Rashmi. Yes. First, I wake up. Next, I have bath. Then I will cook. After that, I eat. Finally, I wash the dishes. Okay. Very good, Rashmi. Okay, very good. Yes. Thank you. You can also make a 5 sentence using first, next, then after that, finally. ഇനി ആർക്കെങ്കിലും?
Hello, sir. Good afternoon. Yes, your name Harida. Harida. Okay, Harida. Harida, where are you from? I am from Kasaragod. Kasaragod. Oh, very good, very good. പറഞ്ഞോളൂ. First, I met my friend. Next, we went to a coffee shop. Then, we ordered 2 cups of tea. After that, we drink our tea. Finally, we went back Okay, to our okay, okay. own house. Very good, very good. Okay, Harida, വളരെ നന്നായിട്ടുണ്ട്. Very good, very good, very good. Yes. Thank you. Okay, welcome. Yes. Neargana, first and next, then after that, and finally. Yes. ഇനി ഉള്ളിൽ നിങ്ങൾ റെഡിയാണല്ലോ, അത് പറയാനായിട്ടുള്ള ആ ഒരു ചമ്മലങ്ങോട് കളയും. ഞാൻ അങ്ങോട്ട് പറയും, ഇത് എന്റെ സ്റ്റൈലിൽ ഞാൻ അങ്ങോട്ട് പറയും. യേശുദാസെ പോലെ പാടും, എസ് ജാനകിയെ പോലെ പാടും, ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ പാടും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറയുക, തെറ്റൊരു വിഷയമേ ഇല്ല. യെസ്. അപ്പൊ ഇപ്പൊ നമുക്ക് പറയണം കേട്ടോ. അപ്പൊ ഇപ്പോ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ കുറച്ചു പേർക്ക് ഈ വാക്കുകളുടെ അല്ലെങ്കിൽ വൊക്കാബുലറിയുടെ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു സജഷൻ പറയാണ്. എല്ലാ ദിവസവും ഒരു പുതിയ വാക്ക് വെച്ച് പഠിക്കുക. ഒരെണ്ണം പഠിച്ചാൽ മതി. 1. അപ്പോ ഒരു ഡിക്ഷണറിയോ അല്ലെങ്കിൽ പുതിയ വാക്ക് കിട്ടാവുന്ന ബുക്കോ എന്തെങ്കിലും നിങ്ങളെ റൂമിൽ റെഡിയാക്കി വെച്ചേക്കുക. ഒരു വാക്ക് ഒരു ദിവസം, ഒരു പുതിയ വാക്ക്. അങ്ങനെ ഒരു വാക്ക് നമ്മൾ ഒരു ദിവസം പുതിയത് പഠിച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ 365 പുതിയ വാക്ക് നമ്മുടെ മനസ്സിലെത്തി. യെസ്. അത് 2 വർഷം കഴിയുമ്പോഴോ 3 വർഷം കഴിയുമ്പോഴോ. അപ്പൊ അതുകൊണ്ട് ഇന്നും മുതൽ തീരുമാനത്തിലെടുക്കുക, ഒരു പുതിയ വാക്ക് വെച്ച് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ കൊണ്ടുകൂടി പഠിപ്പിക്കുക. അപ്പോ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഓരോ പുതിയ വാക്ക്, ഇന്നൊരു വാക്ക് പഠിച്ചു, പുതിയത് നമുക്കറിയാൻ പാടാത്തൊരു വാക്ക്. അപ്പൊ തലേ ദിവസം പഠിച്ചത് ഇന്നൊന്ന് ഓർക്കുക, അതിന്റെ തലേ ദിവസം പഠിച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ വീടും അതിന്റെ മീനിങ്ങും മാത്രം നോക്കുക. എന്ത് പറയണം, തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പൊ ഏകദേശം ഏതാണ്ട് 2 മണി ആവാറായി. 2 മണിക്കാണ് ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റുന്ന സമയം. ആർ യു റെഡി? അപ്പൊ ആര്യ എടുത്തിട്ടുണ്ട്, അപർണ എടുത്തിട്ടുണ്ട്, ഇവരെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നു മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ വേർഡ് വെച്ച് ഒരു ദിവസം പഠിക്കുന്നു. ഒരെണ്ണം പഠിച്ചാൽ മതി. അതൊക്കെ എടുക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും സൗകര്യം പോലെ ഒരു പുതിയ വേർഡ് പഠിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ 365 ദിവസം കൊണ്ട് 365 പുതിയ വേർഡ് പഠിക്കുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങൾ ഈ പുതിയ വേർഡ് പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില വാക്കുകളിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ചില വാക്കുകൾ നിങ്ങളോട് ചോദിക്കും. അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചില്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പൊ കൂട്ടത്തില് ഈ പുതിയ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളെ പരിചയപ്പെടുക എന്നുള്ള ഒരു രീതി കൂടിയാണ്. യെസ്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി എന്ന് പറയുന്ന സംഗതിയാണ്. യെസ്. അപ്പൊ ഇവിടെ ഞാനിപ്പോ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ ടെൻസും കാര്യങ്ങളിലൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ടെൻസ് ഉണ്ടെന്നും ആ ടെൻസിനെ കുറിച്ച് നമ്മളൊരു ചെറിയൊരു ഗ്രാഹ്യം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ പോകുന്ന കൂട്ടത്തില് ഇംഗ്ലീഷിനെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തില് ഓരോ ടെൻസിനെ കുറിച്ചും ആ ടെൻസിലുള്ള വാചകങ്ങളെ കുറിച്ചും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അത് ചെയ്യാവുന്ന കാര്യം. ഇനിയിപ്പോ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, യെസ്, ഇതിൻ്റെ അകത്ത് നല്ല ധൈര്യമുള്ള ഒരാളെയാണ് ഞാൻ നോക്കിയത്. പേര് നോക്കിയിട്ട് ഞാൻ ഒരാളെ വിളിക്കാന്ന് വെച്ചത്. നന്ദന SR. യെസ്, നന്ദന SR വന്നില്ല. ലക്ഷ്മി പ്രിയ. യെസ്, ലക്ഷ്മി പ്രിയ വന്നില്ല. യെസ്, ധൈര്യം എന്ന് പറയാവുന്ന ഒരാളിന് അതില്ലേ? സാർ എന്നെ വിളിച്ചോ, ഞാൻ റെഡി എന്ന് പറയാവുന്ന ഒരാള്. യെസ്, അനന്യ. Hi, sir.
ഓക്കെ സാർ, ഞാൻ മൂന്നാമത്തെ ഒന്നിൽ തൊട്ട് മൂന്നിലെ കറക്റ്റ് ആവുന്നല്ല പറയാം. രണ്ടുപേരെ വിളിച്ചു കിട്ടിയില്ല, മൂന്നാമത്തേന് കറക്റ്റ് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഓക്കെ, അനന്യ സിമ്പിൾ ആയിട്ട് കാര്യം ചോദിക്കാം. അനന്യ, where are you from? Wayanad. Wayanad. Oh, yes. Very good. What is your education qualification? +2. Okay. Yeah. Very good. Okay. അപ്പോൾ അനന്യ, ഞാൻ ചുമ്മാ ഒരു വാചകം പറയാണ്. സിമ്പിൾ ആണ്. ഞാൻ ഇന്നലെ രാവിലെ 10 മണി, ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് വയനാട് വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നു. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് വയനാട്ടിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നു. ഒരു വാചകം ഞാൻ പറഞ്ഞു. അപ്പൊ അനന്യ, ഞാൻ ഈ പറഞ്ഞ സംഗതിയെ ഒന്ന് ഇംഗ്ലീഷായിട്ട് ഇങ്ങോട്ട് പറയാം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. സംഭവം ഇതാണ്, ഞാൻ ഇന്നലെ വയനാട്ടിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ച് കൊന്നു. ഇന്നലെ രാവിലെ 10 മണിക്ക്. I yesterday killed 2 snakes in Wayanad. Okay, finish ആയോ? Yeah, almost. Yes. Almost finished. Okay. Ananya, കുഴപ്പമില്ല. Okay. I will come to you. ഞാൻ അന്യയിലേക്ക് വരാം. Okay. Very good. Okay. അശ്വതി ആദർശ്. Yes, sir. ഓക്കെ, ഇതേ സെന്റൻസ് അശ്വതിയുടെ നാട് എവിടെയാണ്? കൊല്ലം. അപ്പൊ വേണമെങ്കിൽ വയനാട് എന്നുള്ള മാറ്റി കൊല്ലം എന്നായിരിക്കും. നോ പ്രോബ്ലം. സ്വന്തം നാട്ടിലോട്ട് പോയിക്കോളൂ. Yesterday morning. No problem. If there is a mistake, no problem. Okay. I am going to Kollam yesterday 10 a.m. Then I see a snake at the road. Then Yes. I killed. Okay, അശ്വതി ഇത്തിരിയാണ് കുറച്ചുകൂടി പരത്തി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ. വെരി ഗുഡ്. അക്ഷയ് കൃഷ്ണ, ആർ യു റെഡി? അക്ഷയ്. ready, sir. Okay. അക്ഷയ് പറയാമോ? ചെറുതായിട്ട് പറയാം സാർ. അറിയാതെ ചെറുതായിട്ട് തെറ്റിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. യു ടെൽ. എന്താ സാർ ക്വസ്റ്റ്യൻ? ഇത് അക്ഷയുടെ നാടെവിടെ? വേർ ആർ യു ഫ്രം? പാലക്കാട്. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പാലക്കാട് വെച്ചൊരു പാമ്പിന് വടി കൊണ്ട് അടിച്ചു കൊന്നു. ഇതാണ് പറഞ്ഞത്. അയ്യോ, ഞാനിത് നീട്ടി പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സംഗതികളും വരില്ല. അതുകൊണ്ടാണ് ഞാനിത് ലെങ്തി ആയിട്ട് പറഞ്ഞത്. ഓക്കെ അക്ഷയ്, നോ പ്രോബ്ലം. ഓക്കെ. വി വിൽ കം ടു ദ പോയിന്റ്. യെസ്, ഇത് നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ രണ്ടുപേരും പറഞ്ഞതിന് ശരിയുണ്ട്, കുറച്ച് അവിടെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അറിയാവുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും, അത് കുഴപ്പമില്ല. എങ്കിലും നമുക്കൊരു ഇംഗ്ലീഷ് സെന്റൻസ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കിന്റെ പേരാണ് SVOMPT. അത് ഒന്ന് രേഖപ്പെടുത്തിയ S+V+O+M+P+T. SVOMPT. ഇതാണ് ആ ടെക്നിക്കിന്റെ പേര്. ഇതൊന്ന് നിങ്ങൾ എപ്പോഴും ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതല്ലാതെയും ടെക്നിക്കുകളുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് തുടക്കക്കാരൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് SVOMPT ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. ഓക്കെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലീഷിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താണ് നമ്മൾ പറയുന്നത്.
അപ്പൊ അങ്ങനെ പറയുമ്പോഴുണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടും രണ്ട് സ്റ്റൈലാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ചായ കുടിച്ചു. ആദ്യത്തെ വേർഡ് ഞാൻ, പിന്നെ ചായ, പിന്നെ കുടിച്ചു. ഇംഗ്ലീഷിൽ പറയുമ്പോഴോ ഈ ചായ എന്നുള്ള വേർഡ് മൂന്നാമതേ പറയാം. ഐ ടീ ഡ്രിങ്ക് എന്നല്ല പറയാ, ഐ ഡ്രിങ്ക് ടീ എന്നാ പറയണം. എന്ത് ചെയ്തു എന്നുള്ളത് മൂന്നാമതേ പറയാം. അതാണ് ഇംഗ്ലീഷ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്നത്. നമ്മൾ മലയാളത്തിൽ കൂടി തന്നെ പറയുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം അതാണ്. യെസ്. അപ്പൊ ഇംഗ്ലീഷില് നമ്മൾ പറയുന്ന ഇംഗ്ലീഷില് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇതാണ് ഞാൻ ആ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയത്. SPOMPT. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ഒരു ക്രമത്തിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോയാൽ കാര്യമായ തെറ്റില്ലാണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. യെസ്, ഇതാണ് അതിൻ്റെ ഓർഡർ. യെസ്, അത് എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ വാചകം അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. യെസ്, ആദ്യം വേണ്ടത് സബ്ജക്റ്റ്. ആരാണോ ഒരു ആക്ഷൻ ചെയ്യുന്നത് അയാളെ. നമ്മൾ പറഞ്ഞത് എന്താണ്? ഞാൻ കൊന്നു എന്നല്ലേ? ഐ വന്നു. ഇനി വേണ്ടത് വെർബ്, വി എന്ന് പറഞ്ഞ വെർബ്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്ത പ്രവൃത്തി. എന്താ ചെയ്തത്? കൊന്നു. ഐക്ക്. പിന്നെ വേണ്ടത് ഓ എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരമാണ് പിന്നീട് എഴുതേണ്ടത്. നമുക്ക് എന്ത് എഴുതാം? ഈ ആരെ കൊന്നു? ഇല്ല. എന്തിനെ കൊന്നു? ഒരു പാമ്പിനെ കൊന്നു. അത്രയും വരെ കറക്റ്റായി. ഐ കിൽഡ് എ സ്നേക്ക്. സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്. അതിന് നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം ചെയ്ത ആളുടെ പേര്, അയാൾ എന്താണോ ചെയ്തത് അത്, അയാൾ ചെയ്ത പ്രവൃത്തി. അതിനോട് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, whom or what. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഓബ്ജക്റ്റ്. ആ ഓബ്ജക്റ്റ് നമ്മൾ മൂന്നാമത് എഴുതി. ഓക്കെ, ഓബ്ജക്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് എം ആണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളതാണ്. ഹൗ എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളത്തില് എങ്ങനെ കൊന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്? വടി കൊണ്ടടിച്ച്. പിന്നെ അത് നമ്മൾ പറയുന്നത് ബീറ്റിംഗ് വിത്ത് എ സ്റ്റിക്ക്. ഒരു വടി കൊണ്ടടിച്ച്. പിന്നെ അടുത്തത് നോക്കിയാൽ പി, പ്ലേസ്. എവിടെ വെച്ച്? അറ്റ് വയനാട്. അറ്റ് വയനാട്. പിന്നെ അടുത്തത് ടി, ടൈം. എപ്പോൾ? യെസ്റ്റർഡേ മോർണിംഗ് അറ്റ് 10 o'clock. അപ്പൊ നോക്കി, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ക്രമത്തിൽ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സെന്റൻസ് ആയത്. അപ്പൊ ഗ്രാമർ ഒന്നും തെറ്റില്ല. യെസ്, ഇതല്ലാതെ നമുക്ക് ചെയ്യേണ്ട. പക്ഷെ നമുക്ക് പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ തെറ്റുന്നത് ഉറപ്പുണ്ടെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു, വെർബ് എന്താണെന്ന് പറഞ്ഞു, ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. അടുത്തത് മാനർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. ഇത്രയും ചോദ്യത്തിന്റെ ആൻസർ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ദാറ്റ് ടേൺ ഇൻടു എ കറക്റ്റ് സെന്റൻസ്. അതെന്തായിട്ട് മാറുന്നു? അതൊരു ഗുഡ് സെന്റൻസ് ആയിട്ട് മാറുന്നു. ഞാൻ ഇതിൽ ലെങ്തി ആയിട്ടുള്ള വാചകം പറയാൻ കാരണം ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന വാചകങ്ങളെല്ലാം ഈ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഓബ്ജക്റ്റ് ഇല്ല എങ്കിൽ അത് വിട്ടേക്ക്. അടുത്തത് നോക്കിയേക്കണം. ഇനി അടുത്തതും ഇല്ല എങ്കിൽ പിന്നെ നോക്കുക. അപ്പോ ആ ഒരു ഓർഡർ തന്നെ പിടിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ്. യെസ്, വൈഷ്ണവി. ഞാൻ ഓരോരുത്തരും വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് നിങ്ങളെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, വൈഷ്ണവി വരുമെന്ന് വിശ്വസിക്കാം. അല്ലേ? സജന റഷീദ്. സജന. ഓക്കെ, സജന. മലപ്പുറം. ഓക്കെ. Yes. Okay. Sajana, I ask you one question. Which is your favorite color? Favorite? Color. Color.
I like maroon. Maroon. You like maroon. Why did you like maroon? Anything speciality that you see in maroon color? I like dress color with maroon. So I Okay, like okay, okay. Yes. Sadhana, I ask you one more question. Suppose that you are getting 2 days leave. 2 ദിവസം നിങ്ങൾക്ക് ലീവ് കിട്ടിയെന്ന് വിചാരിക്കും. Where you want to go in Kerala? Or what is your favorite destination? Munnar. Munnar. Why did you like Munnar? There is Adirapalli waterfalls. Then Thrissur Sea. No. What do you want to go to Munnar? Why did you like Munnar? Before 10 years ago, I went to Munnar in college. Yes. When studying PG, MCom. Yes. So I like that place. When you were a MCom student, you went to Munnar from your college. Am I right? Yes. Yes. From that time onwards, you are looking. Your favorite destination is Munnar. Am I right? Okay. Sadhana, very good. Yes. Okay. അപ്പോ സജനക്ക് മൂന്നാറാണ് ഇഷ്ടമുള്ളത്. ഞാൻ വിഷയത്തോട്ട് പറയാം. സജന നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം വേറെയായിരുന്നു. അപ്പൊ ഞാനിപ്പോ സജനക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്നിന്റെ കാര്യങ്ങൾ ചോദിച്ചത് മാത്രമുണ്ട്. അപ്പൊ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടുമല്ലോ. യെസ്. ഇപ്പൊ നിങ്ങളൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെങ്കിലും ചെല്ലുമ്പോൾ തന്നെ നിങ്ങളോട് ചോദ്യം ചോദിക്കില്ല. ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് നോക്കി, യുവർ നെയിം ഈസ് ഷഹാല, ഹൗ ആർ യു ഷഹാല, ഇതെല്ലാം ചോദിച്ച് നിങ്ങളെ ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആക്കുക. ചിലപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ചോദ്യങ്ങളിലേക്ക് കിടക്കുക. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സജനയെ ഒന്ന് മെന്റലി റെഡിയാക്കിയതാണ്. ഓക്കെ സജന, നമ്മളിവിടെ പറഞ്ഞു സബ്ജക്ട് വെർബ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു. സബ്ജക്ട് വെർബ് ഓബ്ജക്റ്റ് മാനർ പ്ലേസ് ടൈമാണ് വിട്ടോ അതൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ സജന ചെയ്യേണ്ടത് ഇന്ന് രാവിലെ എഴുന്നേറ്റത് ഇപ്പൊ ഏകദേശം 2:13 ഈ 2:15 വരെയുള്ള സമയത്തിനുള്ളിൽ സജന ചെയ്ത കാര്യങ്ങൾ, വീട്ടിൽ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ പറയാൻ പറ്റും. സബ്ജക്ട് വെർബ് ഓബ്ജക്റ്റ് 3 വാക്ക് വന്നാൽ മതി. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock എന്ന് പറയണം. ഐ സബ്ജക്ട്, വോക്ക് അപ്പ് അറ്റ് 6 o'clock. ഓക്കെ. ഓക്കെ പറഞ്ഞു. ക്ലിയർ ആയില്ല? ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടി? I prepared tea for my child. Yes, I prepared tea for my child. Very good. Okay. I prepared lunch for my child. Family. Okay. I prepared lunch for my. Correct. Subject and object. I lunch prepared തെറ്റാണ്. I prepared lunch. എന്ത് ചെയ്തു? Whom or what? അത് മൂന്നാമതാ പറയാം. അതാണ് ഇംഗ്ലീഷ്. അത് നടക്കുന്നത് പറയുന്നത് ഐ പ്രിപ്പയർഡ് ലഞ്ച്. ഓക്കെ, കറക്റ്റ് ആണ് സജിന. ഇനി I cleaned my house. I cleaned my house. അല്ല, ഐ സബ്ജക്ട്, ക്ലീൻഡ് വൃത്തിയാക്കി. I washed my clothes. I washed my clothes. അല്ല, I washed my clothes. സബ്ജക്ട് പറഞ്ഞ ഓബ്ജക്ട്. ഓക്കെ, ഐ സബ്ജക്ട്, വാഷ്ഡ് ചെയ്ത പ്രവൃത്തി, എന്ത്? മൈ ക്ലോത്ത്സ്, എന്റെ തുണികള് ഞാൻ അലക്കി. ഐ വാഷ്ഡ് മൈ ക്ലോത്ത്സ്. യെസ്. Then I bathed. Then I took bath എന്ന് എഴുതാം കേട്ടോ. I take bath, took bath. Okay. I bath എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. I took bath. Okay. സജന, വെരി ഗുഡ്. പറഞ്ഞോളൂ. I ate lunch. I ate lunch. Okay. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സെന്റൻസിനൊന്ന് നീളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതിനകത്ത് ഒരു സമയം കൊടുക്കാം. I ate lunch at 1 PM. ഓക്കെ. ആദ്യം നമ്മൾ ആ 3 വേർഡ് വെച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോൺഫിഡന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു വേർഡ് കൂടി അങ്ങോട്ട് കൂട്ടി. I ate lunch at 1 PM. Okay. Very good. പിന്നെ അതിന് പറയാം at 1:30 onwards I am attending the class. Am I right? Finally, I am attending my class. Yes. Okay. Very good, Sajina. Yes. Okay. Very good. Okay. So നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്. അത് നമ്മൾ സബ്ജക്ട് പറയുന്നു, പിന്നെ വെർബ് പറയുന്നു, പിന്നെ ഒബ്ജക്റ്റ് പറയുന്നു, പിന്നെ മാനർ, പ്ലേസ്, ടൈം. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെന്റൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ അതൊന്ന് ആലോചിക്കും. രാത്രി കിടന്നുകൊണ്ടൊക്കെ കുറച്ചു നേരമൊക്കെ
ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കും. അങ്ങനെ പറഞ്ഞു നോക്കണം. അത് നമ്മുടെ മനസ്സിൽ ഇത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ പറഞ്ഞു നോക്കണം. എന്താ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം വിളിച്ചു നോക്കണം. അതൊന്ന് ഉറക്കെ പറയണം. ആരുമില്ലായെങ്കിൽ ഒന്ന് ഉറക്കെ പറയണം. ആ ഉറക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. നിങ്ങളുടെ മൊബൈലിൽ ആ വോയിസ് റെക്കോർഡർ ഒന്ന് ഓൺ ആക്കിയിട്ട് പറയണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ അത് കേൾക്കണം. അപ്പൊ നിങ്ങൾക്ക് അത് കേട്ട് കഴിയുമ്പോൾ തോന്നുന്ന ഫസ്റ്റ് വികാരമുണ്ട്, അതിന്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്. എന്തായിരിക്കും ഫാത്തിമ അത്? വാട്ട് വിൽ ബി? എന്തായിരിക്കും അത്? അത് കേട്ട് കഴിയുമ്പോൾ ഫസ്റ്റ് തോന്നുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. സാറിന്റെ വോയിസ് ബ്രേക്ക് ആയി പോവാണ്. അതെ, അപ്പൊ നെറ്റിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ 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 എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടാ? അല്ല, ഇവിടുത്തെ പ്രോബ്ലം ഒന്നും സാർ ഒന്നിട്ട് റിപ്ലൈ ക്ലിയർ ആണ്. ക്ലിയർ ആണോ? സാർ ഒന്നിട്ട് റിപ്പീറ്റ് ഇപ്പൊ ക്ലിയർ ആണോ ഫാത്തിമ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഫാത്തിമ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? അതിപ്പോ ഈ മഴയുടെയും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും വിചാരിക്കുക. ഓക്കെ 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 യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴെങ്കിലും നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സൗകര്യം, കാരണം സഹോദരന്മാരുടെയും കമന്റുകളെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അന്ന് നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ ഓർക്കുന്നു. ഇംഗ്ലീഷിൽ പറയുന്നു, ഇംഗ്ലീഷിൽ ഓർക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് ഇംഗ്ലീഷിൽ ഒന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ വോയിസ് റെക്കോർഡർ ഓൺ ആക്കിയതിന് ശേഷം പറയും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞതൊന്ന് കേൾക്കുന്നു. ആ കേട്ട് കഴിയുമ്പോഴുണ്ടാകുന്ന ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കുമെന്നാണ് ഫാത്തിമ ചോദ്യം. ഐ ഡോണ്ട് നോ സർ. ഞാൻ എല്ലാ ദിവസവും ജേർണൽ ചെയ്യാറുണ്ട്. ഞാൻ റൈറ്ററാ. യെസ്. കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു തോന്നും. കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ചാൻസ് വന്നു. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നുകൂടി അതൊന്ന് പറയാം. ഓക്കെ, ഹാപ്പിനെസ്. ഓക്കെ 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 യെസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് പരിശീലിക്കുക. അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അതിന്റെ വ്യത്യാസം ഈ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവും. യെസ്. അപ്പൊ ഇന്ന് മുതല് ആ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. ആ ഒരു രീതിയിലും കൂടി നിങ്ങൾ ഒന്ന് റിയാക്ട് ചെയ്യുക. നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. നിങ്ങൾ ഏതായാലും ഫുൾ ടൈം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന് വോയിസ് റെക്കോർഡ് ഒന്ന് പറഞ്ഞു. യെസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. പിന്നെ മക്കളെ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിസ്സാരമായിട്ടുള്ള സംഗതിയല്ല. യെസ്, ഞാനിപ്പോ പറയാണ്. ഗോപിക സുനിൽ. ഗോപിക, yes. How are you, Gopika? I'm very fine, sir. Yeah, Gopika, where are you from? I'm from Ernakulam district. Ernakulam district. Ernakulam district. Okay, Ernakulam district where? Moovattupuzha. Moovattupuzha. Okay. Very good, very good. Gopika, what is your ambition in your life? My ambition is to become financially independent and support my parents. Okay. Apo Gopika wants to be financially independent and support her parents. Okay. Apo Gopika ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് വിചാരിച്ചു കേട്ടോ. അപ്പൊ അവിടെ ചെന്നു. ഓക്കെ, അത് മനസ്സിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ കാണുക. അന്ന് രാവിലെ എഴുന്നേറ്റു, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു വെൽ ബിഗൺ ഹാഫ് ഡൺ എന്ന് പറയുന്ന പോലെ ബാക്കിയുള്ളവർക്ക് മെന്റലി പ്രിപ്പയർഡ് ആയി വീട്ടിൽ വന്നു. സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു, ഒരു ഫയലിൽ വെച്ചു. ആ ജോലിക്ക് ഏതാണോ ആപ്റ്റായിട്ടുള്ള ഡ്രസ് കോഡ് ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ ചെയ്ത മുറിയിൽ അവിടെ എത്തി, പേര് കൊടുത്തു. അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും. പുറത്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നോക്കി കഴിയുമ്പോൾ വേറെയും കുട്ടികൾ വന്ന് ഇരിപ്പുണ്ട്.
അവരും പല കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കിട്ടിയ നല്ല ജോലിയാണ്, ബെറ്ററാണ്. അങ്ങനെ ഗോപികയുടെ ടേണായി. ഗോപിക പയ്യെ വാതിൽ തുറന്നിട്ട് പറഞ്ഞു, മേ കമിൻ സാർ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് അവര് യെസ് കമിൻ എന്ന് പറഞ്ഞു. ഗോപിക അവിടെ വന്നു നിന്നു. ഗോപിയോട് അവര് പറഞ്ഞു, പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞു. ഗോപിക കസേരയിലിരുന്നു. എന്നിട്ട് വളരെ ഭവ്യതയോട് കൂടിയിട്ട് കയ്യിലിരിക്കുന്ന ഫയല്, സർട്ടിഫിക്കറ്റിന്റെ ഫയല് അങ്ങോട്ട് കൊടുത്തു. അവരതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി. എന്നിട്ട് ഗോപിയോട് ചോദിച്ചു, യുവർ നെയിം ഈസ് ഗോപിക? യെസ്. ഓക്കെ. ആൻഡ് യു ആർ കമ്മിങ് ഫ്രം? I'm coming from Ernakulam district. Okay. Gopika, please give an introduction about yourself. Yeah, my name is Gopika Sunil and I'm coming from Ernakulam district. And I've completed hospital administration course from SmartSuite. And next I'm going to say about my family. My family consists of 4 members. Yes, can you Gopika? Okay. ഞാൻ ഗോപിയിലോട്ട് മടങ്ങി വരാം. ഓക്കെ. ശ്രീലക്ഷ്മി. Yes, sir. ശ്രീലക്ഷ്മി. 2 ശ്രീലക്ഷ്മി ഉണ്ട്, കുഴപ്പമില്ല. ശ്രീലക്ഷ്മി. ഓക്കെ. ശ്രീലക്ഷ്മി, ഈ ശ്രീലക്ഷ്മി എവിടെ നിന്നാണ്? പത്തനംതിട്ട. ഓക്കെ. ഇപ്പൊ ശ്രീലക്ഷ്മി, നമ്മുടെ ഗോപിക പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. ഓക്കെ. അപ്പൊ ഗോപിക വിട്ടുപോയ പോയിന്റ് എന്ന് തോന്നിയത് ഏതാണ്? ശ്രീലക്ഷ്മിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഗോപികക്ക് ഇന്ന കാര്യങ്ങൾ കൂടി പറയാമായിരുന്നു, ജോലിക്ക് ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ വിട്ടുപോയി എന്ന് തോന്നിയ പോയിന്റ് എന്തായിരുന്നു? ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത്. അതാണ് ഒരു കാര്യം വിട്ടുപോയത് ശ്രീലക്ഷ്മി തോന്നി. പിന്നെ അംബീഷനെ കുറിച്ച് പറഞ്ഞില്ല. ഓക്കെ. പിന്നെ ഓക്കെ. അപ്പൊ ഞാനിത് ഗോപികനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്, ഗോപിക വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടോ. വെരി ഗുഡ്. കുറച്ചുകൂടി പോയിന്റുകളൊക്കെ കേൾക്കാമായിരുന്നു. ഓക്കെ ഗോപിക. അപ്പൊ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചോദ്യം ഇത് ഡെഫിനിറ്റ് ആണ്. എല്ലാ ഇന്റർവ്യൂവിലും ഡെഫിനിറ്റ് ആയ ഒരു ചോദ്യമാണ്, ഗിവ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. കാരണം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കുറിച്ച് അവിടെയുള്ള ആളുകൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ നിങ്ങളിത് പരിചയപ്പെടുത്തുകയാണ്. അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നണം, ഗോപിക മതി, നമുക്ക് ഈ കമ്പനിക്ക് ഗോപിക മതി എന്ന് അവർക്ക് തോന്നണം. അപ്പൊ അത്രയ്ക്ക് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ അവർക്ക് തോന്നുള്ളൂ, ഓക്കെ ഇത് മതി എന്ന് തോന്നുള്ളൂ, ഈ ആള് മതി എന്ന് നമുക്ക് അനുഭവപ്പെടുള്ളൂ. യെസ്. ഓക്കെ. അപ്പൊ ഗോപിക വളരെ മനോഹരമായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. കുറച്ചുകൂടി പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു. ഞാൻ അതേ ചോദ്യം ജിബിൻ ജോൺസൺ. ജിബിൻ യെസ്. ഹിസാന PS. Yes, sir. Okay, Hisana, where are you from? I am from Kodungalur. Oh, yes. അപ്പോ നമ്മുടെ അടുത്ത നാടാണ് അല്ലെ? അപ്പൊ ഹിസാന, ഇതേ ചോദ്യം ഞാൻ ഹിസാനോട് ചോദിക്കുകയാണ്. അതായത് ഗിവ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. പറഞ്ഞു. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഹിസാന പറഞ്ഞു. I am Hisana PS. Yes. I am from Kodungalur, Thrissur district. Yes. I am graduated. At Calicut University, BCom, Computer Applications. Yes.
Then I worked accountant past 2 years. Yes. Then I quit my job. Yes. Then I study hospital administration course. Yes. Yes. ഓക്കെ ഇസാന, വെരി ഗുഡ് വെരി ഗുഡ്. ഒരു കാര്യം എടുത്തു പറയുന്നത് ഇസാന്റെ സൗണ്ട് നല്ല കേൾക്കാനായിട്ട് നല്ല ഡെപ്ത് ഉണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ഓക്കെ ഇസാന ഇപ്പൊ ഇന്ന് പറയാനായിട്ട് പ്രതീക്ഷിച്ച് വന്നതാണല്ല, ഇന്നിപ്പോ ഒരു മീറ്റിംഗ് അവസരമാണ് അല്ലെ? അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ അങ്ങനെയല്ല, ഒരു ഇന്റർവ്യൂ നമ്മൾ പോകുമ്പോൾ വി വിൽ ബി പ്രിപ്പയർഡ്. നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. വി വിൽ ബി റെഡി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് വളരെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമുക്ക് ഇത് ടെൻഷൻ അടിക്കാതെയുള്ള ഫ്രീ ആയിട്ടുള്ള ഇത് പഠിക്കുന്ന ഒരു ക്ലാസ് ആണ്, ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക. എന്തെങ്കിലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും നിങ്ങളത് റെഡിയാവുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിന്റെ ഉദ്ദേശം. വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങളിപ്പോ ഒരു ദിവസം വന്നിട്ട് പറയുന്നത്, സാറേ ഞാനൊരു ഇംഗ്ലീഷിൽ ഒരു കഥ പറയട്ടെ. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കിതെല്ലാം അറിയാം, പക്ഷെ അത് കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? ഞങ്ങളുണ്ട് കേൾക്കാനായിട്ട്. അപ്പൊ കേൾക്കാൻ കുറച്ച് ഓഡിയൻസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് പടം കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തെറ്റ് വഴിയോട് വിളിച്ചു പറയാം. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾ പറയുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നമ്മൾ കാര്യം കൂടി തീരുമാനിച്ചിരുന്നു, ഒരു ദിവസം ഒരു പുതിയ വേർഡ്, അത് മറക്കരുത് മക്കളെ. ഇന്നു മുതൽ അത് പ്രാവർത്തികമാക്കുക. നാളെ മുതൽ ഇന്നു മുതൽ അത് പ്രാവർത്തികമാക്കാൻ അത് ഞങ്ങൾ റെഡിയാക്കുക. ഓക്കെ, യുവർ പെർഫോമൻസ് ആൻഡ് യുവർ കോഓപ്പറേഷൻ, ദാറ്റ് വാസ് വെരി വണ്ടർഫുൾ. I appreciate all of you. We will meet next time. Okay, bye. Thank you, sir. Thank Okay. you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay.